ഹലോ ആൻഡ് വെൽക്കം ടു അവർ ട്രാവൽ വ്ളോഗ്. അപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ്. 5 ഡേ ആണ് നമ്മളുടെ ട്രിപ്പ്. സോ അതിൻ്റെ പാക്കിംഗ്, ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിൻ്റെ കോലാഹലങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ മുടി സെറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. വേറൊന്നുമല്ല, എന്നാൽ പിന്നെ ഒതുങ്ങിയിരിക്കുമല്ലോ, മുടീനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ രണ്ടുപേരും ലാസ്റ്റ് മിനിറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത് ഫ്യൂ അവേഴ്സ് ബിഫോർ ദ ഫ്ലൈറ്റ് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വിഗുനൊരു ബാക്ക് പാക്ക് ഇല്ല. സോ അങ്ങനെ ബാക്ക് പാക്കൊക്കെ വാങ്ങി ഫൈനലി നമ്മൾ പാറമേക്കാവ് അമ്പലത്തിന് മുന്നിലെത്തി. നമ്മളുടെ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് നമ്മൾ പോകുന്നത് ശ്രീയാത്ര ടൂറിസിൻ്റെ കൂടെയാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് 24 ആണ്. സോ നമ്മൾ 1 AM തോന്നുന്നു നമ്മൾ പാറമേക്കാവിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ടു ദ എയർപോർട്ട്. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 5 AM ഒരു കുപ്പായ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പെട്ടി തുറക്കാൻ പറ്റുമോ ഗൈസ്? ഈ പെട്ടി ലോക്ക്ഡാണ് ഗൈസ്. അവള് നമ്പർ മറന്നു. നമ്മുടെ പെട്ടി തുറന്നിരിക്കുകയാണ്. ബി നിലവറ തുറന്നു. അതിൻ്റെ ഉള്ളിൽ എന്തിട്ടുള്ളത് 2 ചെട്ടികൾ. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. ഞാൻ എൻ്റെ നമ്പർ ലോക്കൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പെട്ടി ലോക്ക് ചെയ്തത്. പക്ഷേ ലോക്ക് എന്തോ ജാമായിപ്പോയി. ഞാൻ പിന്നെ സോക്സ് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ജാംഡ്. എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. പക്ഷേ ഭാഗ്യത്തിന് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ബാഗ് റാപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടൊരു ടീം നിൽക്കുന്നുണ്ടായിരുന്നു. സോ അവരുടെ അടുത്ത് ഞാൻ ബാഗ് തുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഉള്ളൊരു ചേട്ടൻ എന്തൊക്കെയോ ഇട്ട് ചെയ്തു. നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. ബാഗ് തുറന്നു. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു ലോക്ക് ജാംഡാണ്. ഞാൻ പറഞ്ഞു ഇനി അടയ്ക്കേ വേണ്ട, ഞാൻ അൺലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാതെ തന്നെ ഞാനത് കൊണ്ടുപോയിക്കോളാം. സോ നിങ്ങൾ പെട്ടിയൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് നിങ്ങൾ ആ പെട്ടിയുടെ ഇൻബിൽറ്റ് ലോക്ക് യൂസ് ചെയ്യാതെ വേറൊരു എക്സ്ട്രാ ലോക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. കാരണം എനിക്ക് മുന്നേ ഒരു പെട്ടിയിലും ഈ പണി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു, അത് അബുദാബിയിലായിരുന്നു. സോ ഇത് നമ്മൾ ഫൈനലി അബുദാബിയിൽ എത്തിയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ്. കാരണം അത്ര ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ദോ 2 hours ഉണ്ടെങ്കിലും നമ്മൾ ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങി ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റിന് സമയമായി. നമുക്ക് 2 ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫ്ലൈറ്റിലെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് ആ വിശന്ന് കലങ്ങിയിരിക്കുന്ന സമയത്ത് ആക്രാന്തം മൂത്ത് ഞാൻ കഴിച്ചു. പക്ഷേ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പകുതി കഴിച്ച് പിന്നെ വിഗുവിൻ്റെ തുറന്ന് എന്തിനാ കഷ്ടപ്പെടിച്ച് കഴിക്കുന്നതിന് ടേസ്റ്റ് ഒന്നും അവിടെ വെച്ചോ. പക്ഷേ സെക്കൻഡ് ഫ്ലൈറ്റിലെ ചിക്കൻ പാസ്ത ആയിരുന്നു, അത് നല്ലതായിരുന്നു. അത് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിലായിരുന്നു ലൈക്ക് ടു ആൻഡ് ഫ്രോ നമ്മൾ ട്രാവൽ ചെയ്തത്. ഇറ്റ്സ് നോട്ട് സച്ച് എ ഗ്രേറ്റ് ഫ്ലൈറ്റ്. ഇറ്റ് വാസ് ഓക്കെ. സോ നമ്മുടെ കൂടെ ട്രിപ്പിനുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ബാക്കി 22 പീപ്പിൾ വർ റിയലി കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ടു അസ്. സോ അവരൊക്കെ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നെങ്കിലും ആൻഡ് മോസ്റ്റ് ഓഫ് ദെം വർ എൽഡർ ടു അസ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ട്രിപ്പ് ഈ 5 ദിവസം കഴിയുമ്പോഴത്തേക്കും വി ഓൾ ബിക്കെയിം റിയലി ക്ലോസ്. വി ഓൾ ബിക്കെയിം ലൈക്ക് എ ഫാമിലി. സോ അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് കിട്ടി നമുക്ക്. വി ഗോട്ട് ടു മീറ്റ് ലോട്ട് ഓഫ് ന്യൂ ആൻഡ് വണ്ടർഫുൾ പീപ്പിൾ അലോങ് ദിസ് ട്രിപ്പ്. നമ്മുടെ കൂടെ ശ്രീയാത്ര ടൂറിസിന് ഓണറായ ശ്രീകുമാർ, അത് നമ്മുടെ സ്വന്തം രഘുമാമയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും വെൽക്കം ടു ബാക്കു. അടുത്ത 5 ദിവസം അടുത്ത 5 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ ഷഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും, വിച്ച് ഈസ് ഇൻ ദ മൗണ്ടൻസ്. നമ്മൾ അവിടെയാണ് നമ്മൾ കേബിൾ കാറൊക്കെ ചെയ്യുക. ബാക്കി 4 ദിവസം നമ്മൾ ഇവിടുത്തെ ഒരു നഗരക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള നഗരവീഥികളും കാര്യങ്ങളും അതിലൂടെ നമ്മൾ പാറിപ്പറന്ന് നടക്കാൻ പോകും അടുത്ത 4 ദിവസം. ഓക്കെ, എൻജോയ് വാട്ട് എവർ യു സീ, വാട്ട് എവർ യു ഫീൽ, വാട്ട് എവർ യു ഗെറ്റ്. ഓക്കെ, മാക്സിമം എൻജോയ്, അടിച്ചു പൊളിക്കും. റൈറ്റ്. സോ അസർബൈജാനെ പറ്റിയിട്ട് നമ്മൾ ജോഗ്രഫിക്കലി ഒരു ഐഡിയ തരുവാണെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട് വരും. ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ കാസ്പിയൻ സീ. സീ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദി ലാർജസ്റ്റ് ലേക്സ് ആൻഡ് കൺട്രീസ് സച്ച് ആസ് റഷ്യ, ജോർജിയ, ടർക്കി, അർമേനിയ ആൻഡ് ഇറാൻ. ആക്ച്വലി ഇങ്ങനെ ഒരു കൺട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞാൻ ഈ അടുത്ത് നമ്മൾ ട്രിപ്പ് പോകുന്നതിന് കുറച്ച് മുന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഐ വാസ് അൺഅവെയർ ദാറ്റ് സച്ച് എ പ്ലേസ് ഈവൻ എക്സിസ്റ്റഡ്. അങ്ങനെ it was a very beautiful structure of the airport that we can see from outside. ഈ എയർപോർട്ടിൻ്റെ പേര് തന്നെ ഹേദ അലിയേവ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. സോ ഹേദ അലിയേവ് എന്ന് പറഞ്ഞാൽ അസർബൈജാനിലെ ഒരു വെരി പ്രോമിനൻറ്റ് ലീഡറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ ബിൽഡിങ്സും എവറിത്തിങ് ഈസ് നെയിംഡ് ആഫ്റ്റർ ഹിം. സോ അസർബൈജാൻ എന്ന് പറയുന്ന 1991 ഇൻഡിപെൻഡൻസ് കിട്ടിയത് ഈ കൺട്രിക്ക്. അത്രയും കാലം അത് സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു. And independence ശേഷം ഹേദ അലിയേവ് വാസ് ദ പ്രസിഡൻറ്റ് ആൻഡ് ഹീ പ്ലേഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇതിൻ്റെ എക്കണോമിക് ഗ്രോത്തിനും ഇൻ്റർനാഷണൽ ഇൻറ്റഗ്രേഷനും ലൈക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനും എസ്പെഷ്യലി അവരുടെ ഗ്യാസ് ആൻഡ് ഓയിൽ സെക്ടറൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ ഹീ പ്ലേഡ് എ ഹ്യൂജ് റോൾ.
അതുകൊണ്ട് ഹേദർ അലിയേവ് ഇസ് എ വെരി പ്രോമിനൻറ്റ് ലീഡർ ഓവർ ഹിയർ. സോ നമ്മൾ വന്നിറങ്ങിയത് അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കൂലാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ വ്യൂവിൽ കാണുന്നതാണ് റസൽ പാർക്ക്, നമ്മളെ ഹോട്ടൽ. നമ്മളിവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ലാൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റോപ്പ് വാസ് ടു ഹാവ് ലഞ്ച്. ഇത് അവിടെയുള്ള മലയാളീസ് നടത്തുന്നൊരു കടയായിരുന്നു. സോ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇന്ത്യൻ ക്യൂസീൻ ഫുഡാണ് നമ്മൾ കഴിച്ചത്. കാരണം നമ്മൾ എവിടെ പോയാലും ഫുഡായിരിക്കും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വിചാരിച്ച് ലോക്കൽ ക്യൂസീൻ ഞങ്ങൾ ട്രൈ ചെയ്തില്ല എന്നല്ല. വി ഡിഡ് ഹാവ് ലോക്കൽ ക്യൂസീൻ ഫോർ ലൈക്ക് 3-4 days ആൻഡ് ദാറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡ്സിൽ അത് കാണാം. So this was our home for the next 4 days. നല്ല ഡീസൻറ്റ് റൂമായിരുന്നു, വെൽ മെയിൻറ്റെയിൻ ആൻഡ് ദ സർവീസ് വാസ് ഓൾസോ റിയലി ഗുഡ്. പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിന് മുന്നിൽ കൂടെ നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു ഇറ്റ് വാസ് ക്യൂട്ട് ഫിഗേഴ്സ്. സോ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഫോർമുല 1 റേസിംഗ് നടക്കുന്ന ഒരു മെയിൻ റോഡാണിത്. സോ യു ക്യാൻ ഓൾസോ സീ ലാംബോർഗിനി, ഫെറാറി, ബുഗാട്ടി, ആസ്റ്റൺ മാർട്ടിൻ, എല്ലാ പോഷ് കാസിൻ്റെയും ഷോറൂംസ് ആ പ്രസൻസും. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് വിഗുവൊക്കെ ഇപ്പം ഞാനെടുത്ത് ചാടും എന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ വെരി എക്സൈറ്റിംഗ് ടു വാച്ച്. സോ ഫോർമുല 1 റേസ് ഇവിടെ മെയിൻ റോഡിൽ കൂടെ തന്നെ നടക്കാറുണ്ട്. സോ അതിൻ്റെ സ്റ്റോപ്പ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വേറൊരു കാര്യം ഞങ്ങൾ നോട്ടീസ് ചെയ്തത്, ഇവിടെ എല്ലാ ബിൽഡിങ്സ് ആണെങ്കിലും ദേ ആർ ഫോളോയിങ് എ സെയിം കളർ പാലറ്റ്. സോ അതുകൊണ്ട് അത് കാണാൻ നല്ല രസമായിരുന്നു. ആ ഒരു നമ്മുടെ ഒരു ക്രീമിഷ് ടോണായിരുന്നു അവരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ എവറിത്തിങ് ലുക്ക്ഡ് ഓൾമോസ്റ്റ് സിമിലർ. സോ ആ ഒരു യൂണിഫോമിറ്റി ഉള്ളതുകൊണ്ട് അതിന് തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സോ ഇന്ന് നമ്മൾ പോയത് ഹൈലൻഡ് പാർക്കിലേക്കാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ഹില്ലാണ്, ഓവർലുക്കിംഗ് ആൻഡ് ഗിവിങ് ദ പനോറമിക് വ്യൂ ഓഫ് ദ ബാക്കു സിറ്റി. നമുക്ക് കാസ്പിയൻ സീയും കാണാം, ഫ്ലെയിം ടവേഴ്സ് കാണാം. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പോയിൻറ്റ്സ് ഇൻ ബാക്കു. സോ നിങ്ങളിപ്പോൾ അവിടെ ദൂരെ കാണുന്ന 3 ടവേഴ്സ് ഇല്ലേ, അതാണ് ഈ ഫ്ലെയിം ടവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബാക്കു എന്ന് പറയുന്ന അല്ലെങ്കിൽ അസർബൈജാൻ എന്ന് പറയുന്നത് തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ സിഗ്നിഫൈ ചെയ്തിട്ടാണ് ആ ഫ്ലെയിം ടവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഹൈലൻഡ് പാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ മോണ്യുമെൻറ്റ്സും മെമ്മോറിയൽസും ഡെഡിക്കേറ്റഡ് ടു അസർബൈജാൻ ഹിസ്റ്ററിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ജാനുവരി 19 ഇൻ ദ ഇയർ 1990 സോവിയറ്റ് ട്രൂപ്സ് അസർബൈജാനിൽ എൻറ്റർ ചെയ്തിട്ട് ദേ കിൽഡ് ഓൾമോസ്റ്റ് 147 പീപ്പിൾ ആൻഡ് 100 were injured. സോ ഈ മാർട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മെമ്മോറിയൽ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് വി ക്യാൻ ഓൾസോ സീ എ മോണ്യുമെൻറ്റ് വിത്ത് എ ഹ്യൂജ് ഫ്ലെയിം ദാറ്റ് ഇസ് ലിറ്റ് അപ്പ്. അത് നമ്മുടെ അസർബൈജാൻ ലാൻഡ് ഓഫ് ഫയറിനെ സിഗ്നിഫൈ ചെയ്തിട്ടും ആ മാർട്ടേഴ്സിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് അവിടെ മേലെ നിന്ന് കാണാൻ പറ്റുന്ന ബാക്കുവിൻ്റെ ബ്യൂട്ടിഫുൾ പനോറമിക് വ്യൂസ്. ബാക്കുവിൽ ഒരുപാട് സ്ട്രക്ചറലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ കാസ്പിയൻ സീ. ഞാൻ മുന്നേ ജോഗ്രഫി പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് ആക്ച്വലി എ ലേക്ക്. സോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആൻഡ് വൈകുന്നേരം സമയമായതുകൊണ്ട് മെല്ലെ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഊട്ടി കൊടൈക്കനാലിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷേ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ. ആൻഡ് ഐ വാസ് നോട്ട് ആക്ച്വലി ഡ്രസ്ഡ് അപ്രോപ്രിയേറ്റ്ലി എന്ന് പറയാം. കാരണം ഞാൻ വിൻ്റർ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം. ഫ്രീ അഡ്വൈസ്, നിങ്ങൾ അസർബൈജാനിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്ത് ഷോർട്ട്സ് ഇടരുത്. കാണിച്ചു കൊടുക്കും, നിന്നെ കാണിക്കണ്ടേ? ഇത് ഇടരുത്, തടുത്ത് വരച്ച് പണ്ടാറാണ്. സോ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫ്ലെയിം ടവേഴ്സ്. 3 ടവേഴ്സ് ആണുള്ളത്. 3 കാര്യങ്ങളാണ് ലൈക്ക് ഫങ്ഷണലി അവിടെ നടക്കുന്നത്. ഒന്നൊരു ഹോട്ടലാണ്, 1 is a residential tower and 1 is an office. അതിന് 190 meter എന്തോ ആണ് ഹൈറ്റ്. ഇതിന് നമുക്ക് ബാക്കൂന്ന് ഏത് ഡിസ്റ്റൻസ് പോയാലും യു ക്യാൻ സ്പോട്ട് ദിസ്. സോ അതിന് സിഗ്നിഫൈ ചെയ്യുന്നൊരു ലാൻഡ് മാർക്കായിട്ടാണ് ഈ ഫ്ലെയിം ടവേഴ്സിനെ കാണുന്നത്. ആൻഡ് വി വെയിറ്റഡ് ദെയർ ഫോർ സം ടൈം ടു സീ ദിസ് LED ഷോ. ഈ ബിൽഡിംഗ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ലൈക്ക് പുറത്ത് ഫുൾ LED സ്ക്രീൻസ് ആണ്. ആൻഡ് ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നല്ല ഈ ഷോ യു ക്യാൻ സീ ലൈക്ക് ബ്യൂട്ടിഫുൾ ത്രൂ ഓഫ് കളേഴ്സ് ആൻഡ് എവറിത്തിങ്. ആൻഡ് രാത്രി ഫുൾ സിറ്റി ലൈറ്റൊക്കെ ചെയ്തിട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ.
ഓൾസോ അസർബൈജാനിൻ്റെ ഫ്ലാഗിൽ ദർ ആർ 3 കളേഴ്സ്. അതാണ് ഇപ്പോൾ ആ ടവറിൽ കാണാൻ പറ്റുന്നത്. ബ്ലൂ ഡെപ്പിക്സ് ദാറ്റ് ഇറ്റ്സ് എ ടർക്കിഷ് കൺട്രി, റെഡ് ഷോ ദ മോഡേണിസം ആൻഡ് ബ്ലഡ് ഓഫ് അവർ മദർ എന്നുള്ളൊരു മീനിങ് ആണ്, ആൻഡ് ഗ്രീൻ ഡെപ്പിക്സ് ദാറ്റ് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ റാപ്പപ്പ് ചെയ്തു ആൻഡ് വി വർ ഓൺ ദ വേ ടു ദ റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. നമ്മൾ മായ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനായിരുന്നു ഫസ്റ്റ് ഡേ ഡിന്നർ കഴിച്ചത്. നമ്മൾ അസർബൈജാനിൽ നിന്ന് കഴിച്ച എല്ലാ ഫുഡും നല്ലതായിരുന്നു, ഒന്നും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ വി വൈൻഡഡ് അപ്പ് എ വണ്ടർഫുൾ ഡേ 1 in Azerbaijan. So see you all in episode 2. Also don't forget to like, share and subscribe, and ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചേക്ക്.